നിള ലൈഫ് സ്റ്റൈൽ മലയാളം 1 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ചാനലാണ് നിള ലൈഫ് സ്റ്റൈൽ മലയാളം. നിളയെ കുറിച്ച് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട്. സംഭവം ഇത്തിരി പേഴ്സണലാണ്. അത് ഈ വീഡിയോ മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കാം. സംഭവം ഇருக்கு. ഇപ്പൊ നിളയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം ബ്യൂട്ടി ടിപ്സ് ആണോ വേണ്ടത് അതെല്ലാം മൊത്തമായും ചില്ലറയായും ഇവിടെ കൊടുക്കപ്പെടും. മുഖം വെളുക്കാനുള്ള ടിപ്സ്, പ്രായം കുറയ്ക്കാനുള്ള ടിപ്സ്, തടി ഇല്ലാത്തവർക്ക് തടി കൂട്ടാനും കൂടുതലുള്ളവർക്ക് കുറയ്ക്കാനുമുള്ള ടിപ്സ്, പിന്നെ കാട് പോലെ മുടി വളരണോ അതിനുമുള്ള ടിപ്സും ഉണ്ട്. പറഞ്ഞാൽ തീരൂല മക്കളെ. ഇങ്ങനെ ഏത് കൊട്ടേഷനും നിളച്ചേച്ചി എടുക്കും. ശരിക്കും അവരുടെ പേര് റോഷിനി എന്നാണ് കേട്ടോ. എന്നാലും നമുക്ക് നിളച്ചേച്ചി എന്ന് വിളിക്കാം. അതല്ലേ കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ബ്യൂട്ടി ടിപ്സുകളുടെ ഒരു എൻസൈക്ലോപീഡിയ ആണ് ചേച്ചി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ലോകത്തുള്ള എല്ലാവരുടെയും ഇരണ്ട നിറമൊക്കെ ഒന്ന് മാറി എല്ലാവരും വെളുത്ത് തൊടുത്ത് സുന്ദരന്മാരും സുന്ദരിമാരും ആകണം. അതാണ് നിളച്ചേച്ചി കണ്ട സ്വപ്നം. അതിനുവേണ്ടി എന്നും കഷ്ടപ്പെട്ട് ഓരോ ടിപ്സുകളുമായി വരും ചേച്ചി. പാവണ്ടില്ലേ. എല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സ്വന്തം കൈക്കുഞ്ഞിനെ വെച്ച് വരെ പരസ്യവും പരീക്ഷണവും ചെയ്ത ആളാണ് ചേച്ചി. ശരീരം വെളുപ്പിക്കാനുള്ള എണ്ണ ഒരു കയ്യിലും തന്റെ സ്വന്തം കുഞ്ഞിനെ മറ്റൊരു കയ്യിലും പിടിച്ചാണ് റോഷിനി തന്റെ പ്രൊഡക്റ്റ് പരസ്യം ചെയ്തിരുന്നത്. ഈ എണ്ണ തേച്ചതോടെ ഇരുണ്ടിരുന്ന എന്റെ മോള് വരെ വെളുത്ത് എന്നായിരുന്നു അന്ന് നിളച്ചേച്ചി പറഞ്ഞിരുന്നത്. തന്റെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിന്റെ നിറത്തെ വരെ മോശമായി ചിത്രീകരിക്കാൻ ചേച്ചിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പരസ്യത്തിന് വേണ്ടി ചേച്ചി എന്തും ചെയ്യും. വെളുക്കണം വെളുക്കണം എന്ന മന്ത്രം ചൊല്ലിയാണ് 24 മണിക്കൂറും ചേച്ചി നടക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ പുതിയ ടിപ്സും കൊണ്ട് ചേച്ചി വരും. ഇതിൽ ഏത് ടിപ്സ് യൂസ് ചെയ്യണമെന്ന് ചേച്ചിക്ക് തന്നെ വലിയ ധാരണ ഉണ്ടാവില്ല. എന്നും പുതിയ ടിപ്സ് കാണുമ്പോൾ ആൾക്കാരും ആകെ കൺഫ്യൂസ്ഡ് ആകും. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇവരുടെ പരീക്ഷണ വസ്തു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളെ വെളുപ്പിക്കാനുള്ള എണ്ണ പോലെ ചില പ്രോഡക്ട്സ് ഇവർ കച്ചവടം ചെയ്യാൻ വേണ്ടി വിപണിയിലേക്ക് ഇറക്കും. ഇത് വിപണിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയും. വിപണിയിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ക്രീമിന്റെയോ അല്ലെങ്കിൽ എണ്ണയുടെയോ മറ്റോ ടിപ്സ് പബ്ലിക് ആക്കിക്കൊണ്ട് ഇവരൊരു വീഡിയോ ചെയ്യും. എന്നിട്ട് എല്ലാവരോടും സ്വന്തമായി ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിക്കാൻ പറയും. ചില ആളുകൾ ഇതൊരു ചലഞ്ച് പോലെ ഏറ്റെടുക്കും. അങ്ങനെ ഇത് നല്ലതാണോ ചീത്തയാണോ, ഉപയോഗിച്ച് ഗുണമുണ്ടോ എന്നൊക്കെ ആളുകൾ കമന്റ് ഇടാൻ തുടങ്ങും. കുറെയൊക്കെ ഇവര് തന്നെ പെയ്ഡ് കമന്റ്സ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ കമന്റ്സ് ഒക്കെ പൊക്കി പിടിച്ച് വന്നിട്ട് വാവ് ലക്ഷക്കണക്കിന് ആളുകൾ നിറം വെച്ചേ, അപ്പൊ നാളെ മുതൽ ഞങ്ങൾ ഈ ഓയിൽ വിൽക്കാൻ പോവാണ്, എല്ലാവരും വാങ്ങണമെന്ന് പറയും. അതാണ് നേരത്തെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇവരുടെ പരീക്ഷണ വസ്തു എന്ന് ഞാൻ പറയാൻ കാരണം. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ വെളുപ്പിക്കാനെന്നും പറഞ്ഞു ഇവർ പണ്ടുണ്ടാക്കിയ ഓയിൽ തന്നെ നോക്കൂ. ഗ്ലൂട്ടാത്തിയോൺ ഓയിൽ എന്നാണ് പറയുന്നത്. ഈ ഗ്ലൂട്ടാത്തിയോൺ ഓയിലിന്റെ ടിപ്സ് ഇവർ മുമ്പ് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ചിന്റെ തൊലി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീട്രൂട്ട്, കുറച്ച് എണ്ണ, ഇതെല്ലാം കൂടി പുഴുങ്ങി അരിച്ചെടുത്താൽ നല്ല A ക്ലാസ് ഗ്ലൂട്ടാത്തിയോൺ എണ്ണ റെഡി. ആദ്യം ഒരു വീഡിയോയിലൂടെ ഈ ഓയിലിന്റെ ടിപ്സ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. കുറെ പേർ അതുണ്ടാക്കി ഉപയോഗിച്ചു. അങ്ങനെ അതിന്റെ ചെറിയൊരു റിവ്യൂ ചേച്ചിക്ക് കിട്ടി. എന്നിട്ട് ചേച്ചി എന്താക്കി ഈ ഓയിൽ ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിച്ചു. സത്യത്തിൽ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ രോഗപ്രതിരോധത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും ഈ ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുമുണ്ട്. പക്ഷേ വെളുക്കാനുള്ള സാധനം എന്ന പേരിലാണ് ഗ്ലൂട്ടാത്തിയോൺ അറിയപ്പെടുന്നത്. പലരും വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ സിനിമാ നടിമാരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് എടുക്കണം. നിർത്തി കഴിഞ്ഞാണെങ്കിൽ സ്കിന്ന് പഴയ കളറിലേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ സിനിമാ നടിമാരൊക്കെ വെളുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് പേര് ഉപയോഗിച്ചാണ് ഇവർ കുട്ടികളെ വെളുക്കാനുള്ള എണ്ണയും കൊണ്ട് പണ്ട് രംഗപ്രവേശനം ചെയ്തതെന്ന് ഓർക്കണം. കുഞ്ഞുങ്ങളിൽ പോലും ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇരുണ്ട നിറം എന്തോ മോശമാണെന്നുള്ള ചിന്തയാണ് ഇവരെ പോലുള്ള ആളുകൾ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നതെന്ന് ഓർക്കണം. ഈ വൈറ്റനിങ് ക്രീമുകളും എണ്ണകളും എല്ലാം സ്വന്തം കുഞ്ഞിന്റെ മേലെ തന്നെ പരീക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പരസ്യമാണല്ലോ. കച്ചവടം നല്ലോണം കൂടും. ഒരുപാട് അമ്മമാർ തന്റെ കുഞ്ഞിനെ നിറം വെപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം വാങ്ങി ഉപയോഗിക്കും. ഈ ഇരുണ്ട നിറത്തോടും കറുപ്പിനോടും ഒക്കെ ആളുകൾക്കിടയിൽ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇവരെ പോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണ്. ഇവരെ പോലുള്ള ആളുകളാണ് കുറച്ച് വെളുപ്പ് കുറഞ്ഞ ആളുകളെ ഇങ്ങനെ മെന്റൽ ട്രോമയിലേക്കൊക്കെ തള്ളിവിടുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ പോലും മാറ്റമില്ല. മുതിർന്നവർക്കുള്ള ബ്യൂട്ടി ടിപ്സുകൾ പിന്നെയും പോട്ടെന്ന് വെക്കാം. കുട്ടികളെ വെളുപ്പിക്കാനുള്ള ബ്യൂട്ടി ടിപ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ഇവരൊക്കെ ശരിക്കും എന്താ ചെയ്യേണ്ടത്? കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ റേസിസം ആണ് ഇവർ കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? എന്തേലും ഒക്കെ അരച്ച് കലക്കി ഓരോ പേരും ഇട്ട് ആയുർവേദമാണെന്നും പറഞ്ഞ് വിൽക്കാൻ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒടുക്കത്തെ ഡിമാൻഡ് ആണല്ലോ. ആയുർവേദം എന്ന് കേട്ടാൽ ആളുകൾക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. ആയുർവേദമാണെന്നും പറഞ്ഞ് ആട്ടുംകാട്ടും കൊടുത്താലും ആളുകൾ വാരി തിന്നോളൂ. ഈ സമീപനം ഒന്നും മാറാത്തിടത്തോളം കാലം ഇതുപോലത്തെ ആളുകളൊക്കെ പന പോലെ വളർന്നുകൊണ്ടേയിരിക്കും. ആളുകളുടെ അപകർഷതാ ബോധത്തെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവരെ പോലുള്ള ആളുകൾ വളരുന്നത്. അത് മനസ്സിലാക്കുക. ഇവരുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി എന്ത് കളിയും ഇവർ കളിക്കും. അവസാനം ഇതെല്ലാം ഉപയോഗിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർക്കണം. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് കേട്ട് മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് വാങ്ങി ഉപയോഗിച്ച് പണി കിട്ടി ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇവരുടെ അനുഭവങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ തന്നെ ലഭ്യമാണ്. ഈ MBBS ഉം PG കഴിഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റിനേക്കാളും പലർക്കും വിശ്വാസം ഇതുപോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സിനെയാണ്. ഞാൻ ഇങ്ങനെയാണ് സുന്ദരിയായത്, എനിക്ക് ഇങ്ങനെയാണ് ഗ്ലാസ് സ്കിൻ കിട്ടിയത് എന്നൊക്കെ ഇവർ പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിച്ചു പോവുകയാണ്. ഒരു ഡോക്ടർ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഒക്കെ നോക്കി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പോലെയല്ലല്ലോ സ്കിന്നിനെ കുറിച്ചും ബ്യൂട്ടിയെ കുറിച്ചും ABCD അറിയാത്ത ബ്യൂട്ടി വ്ളോഗേഴ്സ് സജസ്റ്റ് ചെയ്ത് വിടുന്നത്. അവർക്കൊക്കെ പണം മാത്രമായിരിക്കും മുഖ്യം. മൈ വേ ബൈ കല്യാണിയിലെ കല്യാണി ചേച്ചി എല്ലാവരും ഓർക്കുന്നില്ല. ചേച്ചി ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റും കൊണ്ടുവരും. ഇന്നൊരു സൺസ്ക്രീൻ, നാളെ മറ്റൊരു സൺസ്ക്രീൻ. എല്ലാം ഒരു പ്രൊമോഷനാണ്. ചേച്ചിക്ക് നല്ല പൈസ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ ചേച്ചിക്ക് എന്നും ഓരോന്ന് കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യാലോ. അതുപോലെ തന്നെയാണ് നിളച്ചേച്ചിയും.
വ്യത്യാസം എന്താണെന്ന് വെച്ചാണെങ്കിൽ കല്യാണം മറ്റുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റ് ആണ് കൊണ്ടുവരുന്നത്. നമ്മുടെ നിളച്ചേച്ചി ആണെങ്കിലും ഇതൊക്കെ സ്വന്തമായി അരച്ച് കലക്കി ഉണ്ടാക്കിയാണ് ആളുകൾ പറ്റിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്തായാലും മൈ വൈ ബൈ കല്യാണിയുടെ സൺസ്ക്രീൻ ഉടായ്പിന് ശേഷം ഇപ്പൊ സകല സോക്കോൾഡ് ബ്യൂട്ടി വ്ളോഗേഴ്സും ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ഉടായ്പകൾ തുറന്നു കാണിക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ ട്രെൻഡായി മാറുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇവരെയൊക്കെ എക്സ്പോസ് ചെയ്തതാണ്. എന്റെ ചാനൽ എടുത്തു നോക്കി പരിശോധിച്ചാൽ അറിയാം. നിള ലൈഫ് സ്റ്റൈൽ അടക്കമുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് അവരുടെ പ്രൈമിൽ നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ അവരെ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇന്ന് ഇവർക്കൊക്കെ ക്ഷീണം പിടിച്ചു തുടങ്ങി. പണ്ടത്തെ റീച്ച് ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇവരുടെ ഉടായ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇവർക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ തെറിയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു വർഷം മുമ്പ് ഇതേ നിള ലൈഫ് സ്റ്റൈലിന്റെ ഉടായ്പകൾ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്ന ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. അവർ ചെയ്യും പോലെയാണല്ലോ വലിയ കമ്പനികൾ ചെയ്യുന്നത്. ഡോവ് സോപ്പ് ഹോർലിക്സ് കഴിച്ചാൽ ബുദ്ധി ഇതൊക്കെ ഇതുപോലെ തന്നെയാണ്. ആ വലിയ കമ്പനിക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യൂ. ഈ പെൺകുട്ടി ജീവിച്ചോട്ടെ, കഴിച്ചിന് എന്താ കുഴപ്പം? ഈ കമന്റുകൾക്ക് റിപ്ലൈ വന്ന ചില കമന്റുകളാണ്. അതാണ് ഏറ്റവും കോമഡി. ഞാൻ വായിച്ചുതരാം. കറക്റ്റ്. മാസ വരുമാനം വേണ്ട ചേട്ടാ. പണ്ട് ഈ ചാനലിൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കണ്ടിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ചുമ്മാ ഓരോ തീട്ടക്കേസും കൊണ്ടുവരും. സത്യം. ഇത്രയും റെലവെന്റ് ആയ ടോപ്പിക് അന്ന് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണ് ക്വാളിറ്റി ഇല്ല, തീട്ട കേസ് എന്നൊക്കെ. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനോടുള്ള അന്നത്തെ ആളുകളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ഏകദേശം പിടി കിട്ടി കാണുമല്ലോ അല്ലെ? ഇത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക്. എത്രയോ ആളുകൾ ഇവരുടെ ടിപ്സുകളെല്ലാം സ്വന്തം ശരീരത്തിൽ പരീക്ഷിച്ചിരുന്നു. അടുത്ത കമന്റ് വായിച്ചു നോക്കാം. കൈസ് കഷ്ടം. സ്ഥിരമായി കണ്ടതായിരുന്നു തന്റെ വീഡിയോസ്, ഇപ്പൊ കാണാൻ തോന്നാറില്ല. ആണോ ചേട്ടാ? സന്തോഷം. ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ഉടായ്പകൾ തുറന്ന് കാണിച്ചതുകൊണ്ട് ഇനി തൊട്ട് എന്റെ വീഡിയോ കാണില്ല പോലും. നിങ്ങൾക്ക് കാണാൻ തന്നെയാണ് നല്ലത്. അല്ലാതെ ഞാനിപ്പോ എന്താ പറയാ? ഇതൊക്കെ ജെനുവിൻ കമന്റ് ആണോ അതോ നിളച്ചേച്ചി ആരെങ്കിലും പറഞ്ഞയച്ച് കമന്റ് ചെയ്യിപ്പിച്ചതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അടുത്തത് വായിച്ചു നോക്കാം. യൂട്യൂബ് ചരിത്രത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള വീഡിയോ ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. കൈസ് കഷ്ടം. തന്നെ പോലെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞല്ലോ അവർ ജീവിക്കുന്നത്. തന്റെ സംസാരം കേട്ടാൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് എല്ലാം മോശം, ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം മോശം. തന്നെ പോലെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും വന്നിരുന്ന് പറയുന്നവർ മാത്രം മഹത്തരം. കഷ്ടം തന്നെ. റോഷിനിയുടെ ചാനൽ ഞാൻ വർഷങ്ങൾ കൊണ്ട് കാണുന്നതാ. എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചാനൽ കണ്ടതുകൊണ്ട് അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബ്യൂട്ടി വ്ളോഗേഴ്സിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത്. അത് താൻ അവരുടെ ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാകും. ഇവരുടെ ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ടാൽ മതി മനസ്സിലാവും. 12,000 വീഡിയോസ് ഉണ്ട് നിളയുടെ ചാനലിൽ. ഇതെല്ലാം കൂടി കണ്ട് എന്റെ ശരീരത്തിൽ പരീക്ഷിക്കുമ്പോഴേക്കും ഞാൻ കുയിലേക്ക് എടുക്കാനായിട്ടുണ്ടാകും. ഇവരുടെ ടിപ്സ് ഒക്കെ പരീക്ഷിച്ച് കഴിയുമ്പോഴേക്കും അത്രയും കാലം എടുക്കും. എന്തായാലും അന്ന് ഞാൻ നിളച്ചേച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതേപോലെ പലർക്കും വികാരം പതഞ്ഞു പൊങ്ങിയിരുന്നു. കുറെ പേരെന്നെ തെറി പറഞ്ഞു, നിലവാരമില്ലാത്ത ടോപ്പിക് എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയവരുണ്ട്. അതാണ് കോമഡി. പക്ഷെ ഇപ്പൊ കാര്യങ്ങളെല്ലാം മാറി കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേർ നിളയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം കമന്റ് ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും നിളയെ പോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവരും അവരുടെ ഉടായ്പകൾ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ സത്യത്തിൽ ഒരുപാട് സന്തോഷമായി. കാരണം കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ എല്ലാം എഫേർട്ടിന് ഫലം കാണുന്നുണ്ടല്ലോ. കുറച്ച് തെറി കേട്ടാൽ എന്താ? ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ആളുകൾ മനസ്സിലാക്കിയല്ലോ. സന്തോഷം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ വീഡിയോ എനിക്ക് കുറച്ച് പേഴ്സണൽ ആണ് എന്ന്. എന്തായാലും ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളിൽ നമ്മൾ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിലും നന്മമരമാണെങ്കിലും ആരാണെങ്കിലും ഉടായ്പ കാണിച്ചാണെങ്കിലും നമ്മൾ എക്സ്പോസ് ചെയ്യും. മുഖംമൂടികൾ വലിച്ചു കീറും. അതിനി ആരൊക്കെ കുരു പൊട്ടിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, സ്വാഭാവികം. അപ്പോൾ നിങ്ങൾ എന്നെ അയൽക്കൂട്ടക്കാരനും പരിദൂഷണക്കാരനും ഒക്കെ ആക്കും. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ആളാക്കും. ഇതൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ കേൾക്കുന്നതാണ്. പക്ഷെ പല വിഷയങ്ങളിലും ഞാനായിരുന്നു, എന്റെ നിലപാടുകളായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിള ലൈഫ് സ്റ്റൈൽ. ഞാൻ ആരെയും അനാവശ്യമായി സുഖിപ്പിക്കാറില്ല. അതുപോലെ തന്നെ എന്റെ വിമർശനങ്ങളും ഒരു പരിധിക്കപ്പുറം പോകാതെ ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട്. പിന്നെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിക്കൊണ്ട് ജീവിക്കാനൊന്നും ആർക്കും കഴിയില്ലല്ലോ. ഇതൊക്കെ അവസരോചിതമായി പറഞ്ഞതേ ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ഉടായ്പകളിൽ ആരും വീഴാതിരിക്കാൻ ശ്രമിക്കുക എന്നൊരു വട്ടം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.